MOSൻ്റെ 4th മൊഡ്യൂളിലെ പുതിയൊരു ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കാസ്റ്റിഗ്ലിയാനോസ് തിയറം. ആക്ച്വലി കാസ്റ്റിഗ്ലിയാനോസ് തിയറം എന്ന് പറയുന്നത് രണ്ട് തിയറംസ് ആണ്. തിയറം 1ഉം സെക്കൻഡ് തിയറും. നമ്മുടെ സിലബസിൽ കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. തിയറത്തിൻ്റെ പ്രൂഫ്, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ, പ്രോബ്ലംസ്. സോ നമ്മൾ ഇവിടെ സെക്കൻഡ് തിയറം മാത്രമേ പറയുന്നുള്ളൂ. കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം പറയുന്നത് as the first partial derivative of the strain energy of the structure with respect to any particular force gives the displacement of the point of application of that corresponding force in the direction of its line of action. അതെന്താണെന്ന് പെട്ടെന്ന് ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഒന്നുകൂടെ വായിച്ച് നോക്കുക. ദ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ യു ആണ്. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ യു ഓഫ് ദ സ്ട്രക്ചർ വിത്ത് റെസ്പെക്ട് ടു എനി പർട്ടിക്കുലർ ഫോഴ്സ് ഗീവ്സ്. ഏതാണോ ഫോഴ്സ്, നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ ഡബ്ല്യു അല്ലെങ്കിൽ പി. അപ്പം ഡോ യു ബൈ ഡോ പി എന്ന് പറഞ്ഞാൽ ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഡോ യു ബൈ ഡോ പി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ അല്ലെങ്കിൽ വൈ ആയിരിക്കും. ഓക്കെ, ഓഫ് ദ കറസ്പോണ്ടിങ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ഷൻ. വൈ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിൽ? വൈ ഐ എന്ന് പറയുന്നതും പി ഐ എന്ന് പറയുന്നതും സെയിം ഡയറക്ഷനിൽ. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പി. ആ ഫോഴ്സ് പി ആക്ട് ചെയ്യുന്ന ഡയറക്ഷനെ നമ്മൾ ഐ എന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ ഫോഴ്സ് പി ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ വൈ ഐ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ വൈ ഐ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ സ്ട്രെയിൻ എനർജി. യുവിനെ, സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ. ലൈൻ ഓഫ് ആക്ഷൻ്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. സോ വൈ ഐ ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ പി ഐ. അപ്പം നമുക്ക് ഏതൊരു പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെങ്കിലും ആ കറസ്പോണ്ടിങ് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെയും ഫോഴ്സിൻ്റെയും എന്താണ് ഒരു ഡെറിവേറ്റീവാണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൻ്റെ സെക്കൻഡ് തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് കിടക്കുക. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുക്കുക, എ ബി എടുക്കുക. അപ്പോൾ അതിൽ ഫോഴ്സസ്, കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. P1 P2 P3 അപ് ടു Pn ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓരോ എന്താ പറയുക, ഫ്രം എയിൽ നിന്നും ഓരോ ഡിസ്റ്റൻസസ് മാറിയിട്ട് x1 P1 ആക്ട് ചെയ്യുന്നത് x1 ഡിസ്റ്റൻസ്, P2 ആക്ട് ചെയ്യുന്നത് x2, അടുത്ത x3, x2 അപ് ടു xn ഡിസ്റ്റൻസ് വരെ Pn എന്ന് പറയുന്ന ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നിടത്ത് എന്തുണ്ടാവും? കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡിഫ്ലക്ഷൻസും ഉണ്ടാവുന്നുണ്ടാവും. ഓക്കെ, ആ കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷനെ P1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷനെ y1 എന്ന്, P2ൻ്റെ y2, P3 y3, അങ്ങനെ Pn ആകുമ്പം yn ആയിരിക്കും ഡിഫ്ലക്ഷൻസ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ അകത്ത് മോസ്റ്റ്ലി കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിഫ്ലക്ഷൻ, വളരെ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ബീംസ്, ട്രസ്സസ്, അതിൻ്റെയൊക്കെ കേസിലുള്ള കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സിൻ്റെ കേസിലുള്ള ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കാനാണ്. അതേപോലെ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ബിക്കോസ് ഓഫ് ഷിയറിങ് അല്ലെങ്കിൽ ബെൻഡിങ് കാരണമുള്ള ഷിയറിങ്ങിൻ്റെ ബെൻഡിങ്ങിൻ്റെയൊക്കെ കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കാനാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് കൂടുതലും യൂണിവേഴ്സിറ്റി ചോദിച്ച് കാണുന്നത് ബെൻഡിങ്ങിൻ്റെ പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ബെൻഡിങ്ങിൻ്റെ പ്രോബ്ലം വരുമ്പം ബെൻഡിങ്ങിൻ്റെ പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അടുത്ത കർവ്ഡ് ബീംസ്, സ്പ്രിങ്സ്, അതുപോലെയുള്ള പാർട്സിലെ ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കാനും നമ്മൾ ഈ കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ നോക്കുക. P1 P2 P3 അപ് ടു Pn ആയിരിക്കും ഫോഴ്സസ്, x1 x2 അപ് ടു xns ആയിരിക്കും ഡിസ്റ്റൻസസ് ഫ്രം എ. അതുപോലെ നമ്മുടെ എന്ത് ചെയ്യുക, ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഫോഴ്സ് സിസ്റ്റം, അത് ഹുക്സ് ലോ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മെറ്റീരിയൽ ഒബേസ് ഹുക്സ് ലോ എന്ന് ഒരു അസംഷൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹുക്സ് ലോ അറിയാമല്ലോ, എന്താണ്? സ്ട്രെയിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ഇവിടുത്തെ സ്ട്രെയിൻ എനർജി യു ആണ്. യു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്താണ് സ്ട്രെയിൻ എനർജി? ടോട്ടൽ വർക്കിന് ഈക്വൽ ആയിരിക്കും സ്ട്രെയിൻ എനർജി എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സ്ട്രെയിൻ എനർജി യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒരു പോയിന്റിലെ സ്ട്രെയിൻ എനർജിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ലോഡ് അല്ലേ,
ടോട്ടൽ ലോഡിൻ്റെ പകുതി. ആവറേജ് ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ സ്ട്രെയിൻ എനർജി. സോ സ്ട്രെയിൻ എനർജി യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോഡ് പി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു പി ഇൻറ്റു വൈ എന്നാണ് സ്ട്രെയിൻ എനർജിയെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഫിഗറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് സ്ട്രെയിൻ എനർജി ഉണ്ട്, സെക്കൻഡ് പോയിന്റിലുണ്ട്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് അപ് ടു എൻ പോയിന്റ്സിലും സ്ട്രെയിൻ എനർജീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എല്ലാം ടോട്ടൽ എടുക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ എടുക്കുമ്പം ഹാഫ് ഇൻറ്റു അവിടുത്തെ ലോഡ് P1, അവിടുത്തെ എന്താ പറയുക ഡിസ്പ്ലേസ്മെൻറ്റ് Y1, ഹാഫ് ഇൻറ്റു P1 Y1 പ്ലസ് ഹാഫ് ഇൻറ്റു P2 Y2 പ്ലസ് ഹാഫ് ഇൻറ്റു P3 Y3 പ്ലസ് ഹാഫ് ഇൻറ്റു P4 Y4 പ്ലസ് അപ് ടു ഹാഫ് ഇൻറ്റു PN YN വരെ ഉള്ള എല്ലാത്തിൻ്റെയും സം എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് കിട്ടുന്നത്. ഓക്കെ, ഓരോ പോയിന്റിലെയും സ്ട്രെയിൻ എനർജികളുടെ സം എടുത്തപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടി. അപ്പം നമുക്കറിയാം വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈ സ്റ്റോർഡ് ഇൻ ദ സ്ട്രക്ചർ ആസ് സ്ട്രെയിൻ എനർജി അല്ലേ. നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ എനർജി അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്കിനെയാണ് നമ്മൾ ഈക്വൽ ടു സ്ട്രെയിൻ എനർജിയാണ്. അപ്പം സ്ട്രെയിൻ എനർജി ഓഫ് ദ സ്ട്രക്ചറിനെ നമുക്ക് യു ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ എഴുതിയ പോലെ തന്നെ ഒന്നും കൂടെ ഒരു ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ, ഹാഫ് P1 Y1 പ്ലസ് ഹാഫ് P2 Y2 പ്ലസ് അപ് ടു ഹാഫ് PN YN. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 1 എന്നവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് Y1 ബിലോ പോയിന്റ് P1 ഈസ് ഡ്യൂ ടു ആക്ഷൻ ഓഫ്, എന്താണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടെ നോക്കിയാൽ ആക്ച്വലി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് P1 ഇപ്പോൾ ഇത്രയും നിങ്ങൾ ഈ ഒരു ഫിഗർ എടുക്കുക. ഈ ഫിഗറിൻ്റെ അകത്ത് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണല്ലോ കുറേ ഫോഴ്സസ്, ഇവിടെ P1 P2 P3 P4 ഇങ്ങനെ കുറേ ഫോഴ്സസ് ഉണ്ടായിരുന്നിരിക്കുക. ഇതിൽ ഈ പറയുന്ന P4 P3 P2 ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഡിഫ്ലക്ഷൻ Y1 എന്ന് പറയുന്നത് ഇത്രയും ഈ ഒരു ലെവലിൽ ഉണ്ടാവില്ല. പകരം ഡിഫ്ലക്ഷൻ Y1 ഉണ്ടാവുന്നത് ചിലപ്പം ഈ ഒരു ലെവലിൽ മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ Y1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷനിൽ ആക്ച്വലി P1ൻ്റെ ആ ഒരു പോയിന്റിലാണ് എങ്കിൽ പോലും P2 P3 അപ് ടു PN ഫോഴ്സുകൾക്ക് അതിലൊരു എന്താണ് അതിൻ്റെ P1 ഫോഴ്സുകളും അതിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് x1 x2 x3ക്കും അതിൻ്റെ അകത്തൊരു റോളുണ്ട്. സോ അതുകൊണ്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് Y1 ബിലോ പോയിന്റ് P1 ഇസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് P1 P2 P3 അപ് ടു PN ആക്ടിങ് എറ്റ് ഡിസ്റ്റൻസ് x1 x2 x3 റെസ്പെക്റ്റീവ്ലി ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിഫ്ലക്ഷൻ Y1നെ നമുക്ക് എങ്ങനെ എടുക്കാം, P1 ഇൻറ്റു A11 P1 ഇൻറ്റു A11 അതേപോലെ P2 ഇൻറ്റു A12 പ്ലസ് P3 ഇൻറ്റു A13 അപ് ടു PN ഇൻറ്റു A1N എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതിന് നമുക്ക് ഇക്വേഷൻ 2 എന്ന് എഴുതാം. അല്ലാതെ നമുക്കൊരു ജനറൽ ഫോർമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ PI P1 അല്ല കേട്ടോ, ഇത് PI ആണ്. PI ഈസ് ഈക്വൽ ടു AI1 P1 PI ഈസ് ഈക്വൽ ടു P1ന് പകരം I ആക്കി AI1 P1 പ്ലസ് AI2 P2 പ്ലസ് AI3 P3 പ്ലസ് AI4 P4 പ്ലസ് 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 AIN PN എന്ന് നമുക്ക് കിട്ടും. അതിന് നമ്മളൊരു ജനറൽ ഫോർമാറ്റാണ്, അതിനെയാണ് ഇക്വേഷൻ 3 എന്നിട്ടത്. I എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി കൊടുക്കാം. Y1 ആയപ്പം AI1 എന്നായി, അതേപോലെ Y2 ആകുമ്പം A21 A22 A23 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ A5 ആണ് Y5 ആണെങ്കിൽ A51 P1 A52 P2 A53 P3 A5N PN അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് AIJ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നത് ഫ്ലെക്സിബിൾ കോഎഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. അറ്റ് I എന്ന് പറഞ്ഞാൽ പൊസിഷൻസ് ആണ് പറയുന്നത്, ഡ്യൂ ടു ഫോഴ്സ് J അപ്ലൈഡ് ഫോഴ്സ് J. അപ്പം AIG എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ കോഎഫിഷ്യൻസ്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻസ്. അപ്പം നമുക്കിപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് നോക്കിയാൽ കാണാം. ഇക്വേഷൻ നമ്പർ 2 എന്താണ്, Y1 നമ്മൾ കണ്ടുപിടിച്ചത് A11 P1 പ്ലസ് A12 P2 പ്ലസ് A13 P3 പ്ലസ് അപ് ടു A1N PN. അപ്പം നമുക്ക് ഇതിന് തൊട്ട് മുമ്പത്തെ അവിടേക്ക് നമുക്ക് ഒന്നുകൂടെ പോകാം. P1 Y1 എന്നൊരു ടൈം കൂടെയുണ്ട്. U is equal to P1 Y1 U is equal to P2 Y2 U is equal to PN YN ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഈ Y1നും Y2നും Y3ക്കും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ്റെ അകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Y1 ആകുമ്പം നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Y2 ആകുമ്പം എന്താവും, A21 P2 അങ്ങനെ ഇക്വേഷൻ മാറിക്കൊണ്ടിരിക്കും.
അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് ആദ്യമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ y1 y2 y3 y4 അങ്ങനെ അപ് ടു yn വരെ എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേഷൻ 1ൻ്റെ അകത്തേക്ക് ഇക്വേഷൻ 3യിൽ നിന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ 1ൻ്റെ അകത്തുനിന്ന് ഇക്വേഷൻ 1ലേക്ക് 3യിൽ നിന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ u = half p1 y1 plus half p2 y2 plus half p3 y3 എന്നൊക്കെ ഉള്ളതിന് പകരം y1ന് പകരം ഇത് കൊടുത്തു, y2ന് പകരം ഇത് കൊടുത്തു, y3 y4 y5 y6 അങ്ങനെ പോയിട്ട് yn പകരം ഇത് കൊടുത്തു. എന്താണ് y1 എന്തായിരുന്നു? y1 = നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. y1 = a1 p1 plus a11 p1 plus a12 p2 plus a13 p3 അങ്ങനെ പോവാം. അപ്പോൾ അതാണെന്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. a11 p1 plus a12 p2 plus 13 p3 plus up to a11 pn. അതേപോലെ y2 ആകുമ്പം a21 p1 plus a22 p2 plus 23 p3 plus a2n pn. അതേപോലെ n ആയപ്പം an1 p1 n2 p2 n3 p3 അങ്ങനെ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം u = half p1 y1 plus half p2 y2 plus half p3 y3 എന്നുള്ള ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു, y1ഉം y2ഉം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആ ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയേക്കുന്നവർ ജസ്റ്റ് ഒന്നും കൂടി ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. a11 p1² plus 12 p2² ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് ഹാഫ് രണ്ടിടത്തുണ്ട്. രണ്ട് ടേംസിലല്ല, അടുത്ത വരുന്ന ഇവിടുത്തെ നെക്സ്റ്റ് ടേംസിലും വരുന്ന ഓരോ ആഡ് ചെയ്യുന്ന ഓരോ ടൈമിലും ഹാഫ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്നെല്ലാം ഈ ഹാഫ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഹാഫ് കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്ത് ഒരു വലിയ ബ്രാക്കറ്റ് അങ്ങ് മാറ്റി. ഇനി ഈ ടേംസിനെ ഒരുമിച്ച് അങ്ങ് എഴുതി. a11 p1² plus a12 ഇതിൻ്റെ ഇവിടെ കിടക്കുന്ന ഈ p-യെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, p1 എന്ന് പറയുന്ന ടൈമിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ p1 × p1 ഇവിടെ p1² ആവും, p1 p2 ആവും, p1 p3 p1 p4 p1 p5 അപ് ടു p1 pn എന്ന് കിട്ടും. അതേപോലെ നെക്സ്റ്റ് ടൈമിൽ p2 ആണ്. അപ്പോൾ p1 p2 പ്ലസ് p2² പ്ലസ് p2 p3 p3 അങ്ങനെ വരും. അടുത്ത p3 വരുമ്പം p3² വരും മൂന്നാമത്തെ ടേബിൾ. അതുപോലെ എന്ത് ചെയ്തു, ഈ പുറത്ത് കിടക്കുന്ന p-യെ കൂടെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അത് എന്നിട്ട് ഹാഫ് കോമൺ ആയിട്ട് പുറത്ത് എടുത്തു. ഹാഫ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. നമ്മൾ p-നെ എടുത്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഹാഫ് കോമൺ ആയിട്ട് എടുത്ത് p-യെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് കോമൺ ആയിട്ട് പുറത്ത് കിട്ടി, വലിയൊരു ബ്രാക്കറ്റ് ഇട്ടു. ഒന്നാമത്തെ ടൈമിൻ്റെ അകത്ത് p1² വരും, രണ്ടാമത്തെ ടൈമിൻ്റെ അകത്ത് p2² വരും, മൂന്നാമത്തെ ടൈമിൻ്റെ അകത്ത് p3² വരും, അങ്ങനെ pn² വരെ വരും. ഈ ടൈമുകൾക്കെല്ലാം pn² വരും. അതേപോലെ നെക്സ്റ്റ് ഓരോ ടൈമിൽ എന്താണ് p1 p2 നെക്സ്റ്റ് p2 p3 p1 p3 p2 p3 അങ്ങനെയൊക്കെ വരും. അപ്പം ആ ടൈമുകൾ എന്ത് ചെയ്തു, ഇവിടെ ഒരുമിച്ച് നമ്മൾ അങ്ങ് എഴുതി. a1 p1² a2 p2² ഈ ടൈംസിനെ എല്ലാം ഒരുമിച്ച് എഴുതി. ഏതാണ് a1 p1² a2 p2² ഈ ടേംസിനെല്ലാം നമ്മൾ ഒരുമിച്ച് അങ്ങ് എഴുതി. ആ ടേംസിനെ ഒരുമിച്ച് എഴുതിയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ബാക്കി വരുന്ന p1 p2ൻ്റെ ടേംസ്, ആ ടേമുകളെല്ലാം എന്ത് ചെയ്തു, p1 p2 p1 p3 ബാക്കി വരുന്ന നെക്സ്റ്റ് അപ് ടു pn വരെയുള്ള ടേംസിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് എഴുതി. എന്താണ് a11 a12 p1 p2 a21 p1 p2 അങ്ങനെ വരുന്ന ടേംസിനെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതി. പക്ഷേ നമുക്കറിയാവുന്നൊരു ലോ, നമുക്കിവിടെ നേരത്തെ മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, റെസിപ്രോക്കേറ്റിംഗ് ലോ വെച്ചിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് aij = aji, aij = aji, അല്ലെങ്കിൽ a12 = a21 എന്ന് നമുക്ക് എഴുതാം. a12 = a21 എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇവിടെ a12 ആണ്. ഈ a21 എന്നുള്ളതിന് നമുക്ക് എന്തെഴുതാം, a12 എന്നും മാറ്റി എഴുതാം. എന്ന് പറഞ്ഞാൽ a12 p1 p2 തന്നെയാവും. അപ്പോൾ a12 p1 p2 എന്ന് പറയുന്ന ടേംസ് റിപ്പീറ്റ് ചെയ്ത് വരും. a13 ഉള്ളതിനെയും a31 ഉള്ളതിനെയും 13 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഡൗട്ട് തോന്നരുത്, പെട്ടെന്ന് എങ്ങനെ ടൈം മാറിയെന്ന് ഡൗട്ട് തോന്നരുത്. അപ്പോൾ ഇവിടെ വരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആ ഒരു ഇക്വേഷൻ അതുപോലെ എഴുതി. ഹാഫ് കോമൺ ആയിട്ട് പുറത്തെടുത്തു, p അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം p അടുത്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ p1² വരും, സെക്കൻഡ് ടൈമിൽ p2² വരും, തേർഡ് ടൈമിൽ p3² വരും, അങ്ങനെ pn വരെ വരും. ആ ടൈമുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, സ്ക്വയർ വരുന്ന ടൈമുകളെല്ലാം ഒരുമിച്ച് എഴുതി. ഇൻറ്റു a11 a22 a33 a44 അപ് ടു ann വരെയുള്ളതിനെ ഒരുമിച്ച് എഴുതി. ഇനി നെക്സ്റ്റ് ബാക്കി വരുന്ന a12 p1 p2 a21 p1 p2 അങ്ങനെ വരുന്ന ടൈമുകളെല്ലാം ഒരുമിച്ച് എഴുതി. ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് ലോ a12 = a21 എന്നുള്ള ലോയും അപ്ലൈ ചെയ്തു. അപ്പം a12 p1 p2 a13 p1 p3 അപ് ടു p1 pn വരെ നമുക്ക് കിട്ടും.
അത്രയും നമ്മൾ ഇവിടെ എഴുതിയിട്ടു. ഓക്കെ, ഇത്ര എഴുതിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയ യു എന്ന് പറയുന്നത്. യു ഇസ് ഈക്വൽ ടു അപ് ടു ദിസ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവർ ലോയിൽ പറയുന്നത് എന്താണ്, ഇവിടുത്തെ കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറത്തിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്, യുവിനെ വിത്ത് റെസ്പെക്ട് ടു ഏതോ ഒരു ഫോഴ്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് ദ സ്ട്രെയിൻ എനർജി, യു എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി വിത്ത് ഫോഴ്സ് P1 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, y1 ആയിരിക്കും. PI വെച്ച് ചെയ്താൽ yi കിട്ടും എന്ന് പറഞ്ഞപ്പം P1 വെച്ച് ചെയ്താൽ y1 കിട്ടും. അപ്പം ഈ കിട്ടിയ യുവിൻ ഇക്വേഷൻ്റെ വിത്ത് റെസ്പെക്ട് ടു P1 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാർഷ്യൽ ഡിഫറൻഷ്യൽ ചെയ്യുന്നു. അപ്പോൾ P1ൻ്റെ ടേംസ് ഒഴിച്ച് ബാക്കിയുള്ള ടേംസ് എല്ലാം അങ്ങ് പോകും. P2ൻ്റെ ടൈം അല്ല, ബാക്കി ഈ ടൈമുകളൊന്നും ഉണ്ടാവില്ല, കാരണം P1ൻ്റെ ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഇവിടെ വരുമ്പം ബാക്കി ടേംസുകളൊക്കെ ഉണ്ടാവും, കാരണം അവിടെ എന്താണ്, അവിടെ എല്ലാത്തിൻ്റെ അകത്തും P1 ഉണ്ട്, ഇവിടെ എല്ലാ ടേംസിലും P1 ഉണ്ട്. ഓക്കെ, അപ്പം ഹാഫ് ഇൻറ്റു A11 P1 സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഹാഫ് ഇൻറ്റു A11 P1 സ്ക്വയറിനുള്ളത് 2P1 എന്നാകും. അപ്പോൾ 2ഉം ഹാഫും കൂടെ കട്ട് ചെയ്തിട്ട് A11 P1 എന്നാകും. അതേപോലെ നെക്സ്റ്റ് A11 P2 ഈ ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് A11 P1 സ്ക്വയർ എന്നുള്ളത് 2 ഇൻറ്റു A11 P1 ഡിവൈഡഡ് ബൈ 2 വരും. 2 ഉം 2ഉം കട്ടായി പോയിട്ട് A11 P1 എന്ന് കിട്ടി. അടുത്ത നെക്സ്റ്റ് ടൈം ബാക്കി എല്ലാ ടൈംസും പോയി, P1ൻ്റെ ടൈംസ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഈ ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം A12 P1 P2. അപ്പോൾ P1ൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എന്താണ്, നമുക്ക് ബാക്കി ടൈംസ് ഒന്നുമില്ല, P1 അങ്ങ് പോകും, ബാക്കി A12 P2 ആവും. അങ്ങനെ അടുത്ത ടൈം A13 P3 ആവും. അങ്ങനെ A1n Pn വരെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെഴുതാം, ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ കിട്ടുന്നത് ഈക്വൽ ടു y1 എന്ന് നമുക്ക് എഴുതാം. അതാണ് y1 ഈസ് ഈക്വൽ ടു ഈ കിട്ടിയ ഇതേ സംഭവം A11 P1 പ്ലസ് A12 P2 പ്ലസ് A13 P3 പ്ലസ് അപ് ടു A1n Pn എന്ന് നമുക്ക് കിട്ടി y. അപ്പോൾ y ഇതാണെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെഴുതാം, therefore dou u by dou P1 is equal to y1. നമുക്ക് ഒന്നും കൂടെ ബാക്കിലേക്ക് പോകാം. നമുക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, y1 is equal to A11 P1. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. y1 is equal to A11 P1 പ്ലസ് 12 P2 പ്ലസ് 13 P3 പ്ലസ് A1n Pn ആണ് എന്നാണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്പർ 2 പറഞ്ഞത്. ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ എന്താണ്, അതേ കാര്യം തന്നെയാണ്. A11 P1 പ്ലസ് A12 P2 പ്ലസ് A13 P3 പ്ലസ് അപ് ടു A1n Pn. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് നമ്മളിവിടെ സോൾവ് ചെയ്തപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ നമുക്ക് എന്തെഴുതാം, നമ്മൾ അതിലൂടെ പ്രൂവ് ചെയ്തു ഡോ യു ബൈ ഡോ പി ഈസ് ഈക്വൽ ടു y1 ആണ്, അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ പി ഐ ഈസ് ഈക്വൽ ടു yi ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ n ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ വേണ്ടത് അതിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. ഡോ യു ബൈ ഡോ പി എൻ ഇസ് ഈക്വൽ ടു yn എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ആ തിയറം ഒന്നും കൂടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫോർ എ ലീനിയർ ഇലാസ്റ്റിക് റേഞ്ച് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഡോ യുവിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഡോ യു വിത്ത് റെസ്പെക്ട് ടു ഏതാണ്, എനി എക്സ്റ്റേണൽ ലോഡ്, ഡോ പി ആണ് എക്സ്റ്റേണൽ ലോഡ്, ഡോ യു ബൈ ഡോ പി ഈസ് ഈക്വൽ ടു y ആയിരിക്കും. അതിൻ്റെ അകത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. സോ yi ഈസ് ഈക്വൽ ടു പി ഐ അല്ലെങ്കിൽ yn ഈസ് ഈക്വൽ ടു പി എൻ എന്നിടാം. സോ ഡോ യു ബൈ ഡോ പി എൻ ഈസ് ഈക്വൽ ടു yn. ഇതാണ് നമ്മുടെ കാസ്റ്റിഗ്ലിയാനോസ് തിയറം, സെക്കൻഡ് തിയറം. ഓക്കെ, ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചോണം, പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കുറേ വരുന്നുണ്ട്. നമുക്ക് ടോർഷണൽ വരുന്നുണ്ട്, ഷിയർ വരുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ബെൻഡിങ് ആണ്. കൂടുതൽ പഠിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പാടുണ്ടാവും. നമുക്ക് ബെൻഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ ആക്സിയൽ ലോഡാണ്. ഡെൽറ്റ ഐസിക്കൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡെൽറ്റ ഐസിക്കൽ ടു ഡോ യു ബൈ ഡോ പി ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇക്വൽ ടു ഡോ യു ബൈ ഡെൽറ്റ എൽ ഇസിക്കൽ ടു ഡോ യു ബൈ ഡോ പി വരുന്നപ്പം യു ഇസിക്കൽ ടു യു എന്തായിരിക്കും, നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് എഴുതാം, ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ബൈ എ ഇ ഡി എക്സ്. ഇത് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വരുവാണെങ്കിൽ ആക്സിയൽ ലോഡിൻ്റെ പ്രോബ്ലംസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് യു ഇസിക്കൽ ടു എന്താണ്, പി സ്ക്വയർ ബൈ എ ഇ ആണെന്ന് നമുക്കറിയാം. യു ഇസിക്കൽ ടു പി സ്ക്വയർ ബൈ എ ഇ, ആക്സിയൽ ലോഡിൻ്റെ കേസ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. പി സ്ക്വയർ ബൈ എ ഇ ആണ്. അതിനെ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ പി സ്ക്വയർ ബൈ എ ഇ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി ബൈ എ ഇ കിട്ടും.
അതേപോലെ ബെൻഡിങ് കൂടുതലും ചോദിച്ച് കാണുന്ന ബെൻഡിങ്ങിൻ്റെയാണ്. യു ഇസ് ഈക്വൽ ടു m²/2EI ആണ് അതിൻ്റെ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. അപ്പം അതിനെന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുമ്പോൾ ഡെൽറ്റ കണ്ടുപിടിക്കണം. സോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ m²/2E ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതിയിടുക. ബാക്കി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തിയറി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക.